നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജയ്. പ്രധാന വാർത്തകൾ. ദൈവകരം പിടിച്ച് ലഹരി എന്ന തിന്മയ്ക്കെതിരെ നിരന്തരം പോരാടണമെന്ന് മാർ മാത്യു മൂലക്കാട്ട്. KSSന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം നടത്തി. ഹ്യൂസ്റ്റൺ ജ്ഞാന ഇടവക അരുണാചലിൽ 4 പള്ളികളും ഒരു സ്കൂളും നിർമ്മിച്ചു നൽകി. ലോക സമാധാനത്തിനായി കിടങ്ങൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമായി. ഡിട്രോയിറ്റ് സെയിന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ വാർഷിക ധ്യാനം നടത്തപ്പെട്ടു. വാർത്തകൾ വിശദമായി. KCBC മദ്യലഹരി വിരുദ്ധ സമിതി കോട്ടയം അതിരൂപത ടെമ്പറൻസ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കടുത്തുരുത്തി ഫൊറോനയുടെ കീഴിൽ വരുന്ന ഇടവകകളിലെ ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മ കടുത്തുരുത്തി ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തി. പ്രസ്തുത സംഗമത്തിൽ വെച്ച് അതിരൂപത തല മദ്യലഹരി വിരുദ്ധ ഞായർ ആചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവ് പ്രവർത്തകരോട് ദൈവകരം പിടിച്ച് ലഹരി എന്ന തിന്മയ്ക്കെതിരെ നിരന്തരം പോരാടണമെന്ന് ആഹ്വാനം ചെയ്തു. അതിരൂപത ചെയർമാൻ ഫാദർ മാത്യു കുഴിപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. കടുത്തുരുത്തി ഫൊറോന പള്ളി വികാരി റവറന്റ് ഫാദർ ജോൺസൺ നീലനിരപ്പേൽ, റവറന്റ് ഫാദർ ജിബിൻ താഴത്തുവെട്ടത്ത്, അതിരൂപത പ്രസിഡന്റ് ജോസ് മോൻ പുഴക്കരോട്ട്, സെക്രട്ടറി ജിയോ കുന്നശ്ശേരി, കമ്മീഷൻ അംഗങ്ങളായ ടോമി പൊട്ടൻകുഴിയിൽ, സിസ്റ്റർ റീത്ത, സിസ്റ്റർ ലിസ്ന, രാജു പിറവം, കുഞ്ഞിമോൻ മലയിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കടുത്തുരുത്തി എക്സൈസ് റേഞ്ച് ഓഫീസർ രാജേഷ് സെമിനാർ നയിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ വളർച്ചയ്ക്കും പരിശീലനത്തിനും കഴിവുകളുടെ വികാസത്തിനും സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതി വഴിയൊരുക്കിയെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട്. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമത്തിന്റെയും സൈമൺ കോട്ടൂർ USA സഹകരിച്ചുകൊണ്ട് KSSS ഭിന്നശേഷിയുള്ളവർക്കായി ലഭ്യമാക്കുന്ന സഹായ ഉപകരണങ്ങളുടെ വിതരണത്തിന്റെയും ഉദ്ഘാടനം പാലാ ചേർപ്പുങ്കൽ മുത്തോലത്ത് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യമഹത്വം തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുവാനും സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഉദാത്തമായ ദർശനം പകർന്നു നൽകുന്നതോടൊപ്പം സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരെയും വിഷമിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാനും ഭിന്നശേഷി സൗഹൃദ സംഗമത്തിലൂടെ സാധിക്കുന്നുവെന്ന് അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മാണി സി കാപ്പൻ MLA, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. KSSS എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സതീഷ് കുമാർ PS, KSSS അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഭിന്നശേഷി അതിജീവിച്ച് മികച്ച വിജയം കൈവരിച്ചവരെ ആദരിക്കുകയും ചെയ്തു. ഭിന്നശേഷിയുള്ളവർക്കായി ദേശീയതലത്തിൽ നടത്തപ്പെട്ട നീന്തൽ മത്സരത്തിൽ കേരളത്തിനു വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് സ്വദേശി മറിയാമ്മ ആന്റണി, കേരള പരീക്ഷാ ഭവൻ നടത്തിയ കേറ്ററ്റ് എക്സാം പാസ്സായ കടുത്തുരുത്തി വാലാച്ചിറ സ്വദേശി ഗ്രേസ് മേരി മാത്യു, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസേവികയായി സേവനമനുഷ്ഠിക്കുന്ന ലിഷ P. ജോസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ കോഴ്സിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കല്ലറ മധുരവേലി സ്വദേശി സുബിൻ ബാബു, സംസ്ഥാനതല ബഡ്സ് ഒളിമ്പിയ 2026 മത്സരത്തിൽ ലോവർ എബിലിറ്റി വിഭാഗത്തിൽ ബോൾ ത്രോ ടു ഗോൾ പോസ്റ്റ് മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ പുതുവേലി സ്വദേശി തോമസ് സ്റ്റീഫൻ, KSSS സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതി അംഗവും പ്രൊഫഷണൽ സിംഗറും TV പ്രോഗ്രാം താരവുമായ അനീഷ് കുമരകം എന്നിവരെയാണ് ആദരിച്ചത്. സംഗമത്തോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളും സെമിനാറും നടത്തപ്പെട്ടു. സെമിനാറിന് ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നാഷണൽ ട്രസ്റ്റ് ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ TT രാജപ്പൻ നേതൃത്വം നൽകി. കൂടാതെ സമ്മാനദാനവും നടത്തപ്പെട്ടു. KSSS മുൻ ഡയറക്ടർ റവറന്റ് ഫാദർ ഇബ്രാഹിം മുത്തോലത്തച്ഛന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് 1997 KSSS സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഭാഗമായി അഗാപ്പി സ്പെഷ്യൽ സ്കൂളുകളും അന്ധബധിര ക്ഷേമ റിസോഴ്സ് സെന്ററുകളും വൊക്കേഷണൽ ട്രെയിനിംഗ് യൂണിറ്റുകളും KSSSന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ വിവിധ തരത്തിലുള്ള തെറാപ്പികളും പരിശീലനങ്ങളും വരുമാനക്ഷേമ പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും അവശ്യ മരുന്നുകളുടെ വിതരണവും ചികിത്സാ സഹായവും പദ്ധതിയുടെ ഭാഗമായി KSSS ലഭ്യമാക്കി വരുന്നുണ്ട്. ആയിരക്കണക്കിന് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹായഹസ്തമൊരുക്കുവാൻ പദ്ധതിയിലൂടെ KSSSന് സാധിച്ചിട്ടുണ്ട്. ഹ്യൂസ്റ്റൺ സെയിന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ഫൊറോന ഇടവകയുടെയും ഇടവകാംഗങ്ങളായ വിവിധ കുടുംബങ്ങളുടെയും നേതൃത്വത്തിൽ അരുണാചൽ പ്രദേശിലെ മിയാവ് രൂപതയിൽ 4 ദൈവാലയങ്ങളും ഒരു വിദ്യാലയവും നിർമ്മിച്ചു നൽകി. തിരുസഭയുടെ മഹാജൂബിലി വർഷമായ 2025ന്റെ ഭാഗമായാണ്
മിഷൻ രൂപതയെ സഹായിക്കുന്ന ഈ ബൃഹത്തായ പദ്ധതികൾ പൂർത്തിയാക്കിയത്. ഇടവക വികാരി ഫാദർ ഏബ്രഹാം മുത്തോലത്ത് വ്യക്തിപരമായി 6 ദേവാലയങ്ങൾ മിയാവ് രൂപതയിൽ നിർമ്മിച്ചു നൽകിയത് ഇടവകാംഗങ്ങൾക്ക് വലിയ പ്രചോദനമായി. ഇതേ തുടർന്ന് വികാരിയുടെ പ്രോത്സാഹനത്തോടെ ഇടവകയിലെ വിവിധ കുടുംബങ്ങൾ മിഷൻ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ മുന്നോട്ട് വരികയായിരുന്നു. ദേവാലയങ്ങളുടെയും സ്കൂളിന്റെയും വെഞ്ചരിപ്പ് കർമ്മം മാർ ജോർജ് പള്ളിപ്പറമ്പിൽ നിർവഹിച്ചു. കോഹിമ ബിഷപ്പ് മാർ ജെയിംസ് തോപ്പിൽ, ഫാദർ ജോൺ വെട്ടിക്കനാൽ ഉൾപ്പെടെ അനവധി വൈദികരും സന്യസ്തരും വിവിധ ഗോത്രവർഗക്കാർ ഉൾപ്പെടെ നിരവധി വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. ആദിവാസി സമൂഹങ്ങളുടെ ആകർഷകമായ കലാരൂപങ്ങൾ ചടങ്ങുകളുടെ മാറ്റ് വർദ്ധിപ്പിച്ചു. മിയാവ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് പള്ളിപ്പറമ്പിൽ സ്പോൺസർമാരുടെ ഉദാരമായ സംഭാവനകളെയും ഫാദർ ഏബ്രഹാം മുത്തോലത്തിന്റെ നേതൃത്വത്തെയും അഭിനന്ദിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തു. പള്ളികളുടെയും സ്കൂളുകളുടെയും വെഞ്ചരിപ്പ് കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇടവകാംഗങ്ങളുടെ ഒരു സംഘം വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് മിഷൻ തീർത്ഥാടനം നടത്തി. ലോക സമാധാനത്തിനായി കിടങ്ങൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ നടത്തിയ കുരിശിന്റെ വഴി ഭക്തിസാന്ദ്രമായി. ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം ഏറ്റെടുത്തും വിവിധ രാജ്യങ്ങളിലായി കഴിയുന്ന സഹോദരങ്ങളുടെ സംരക്ഷണം അഭ്യർത്ഥിച്ചുമാണ് മാർച്ച് 14 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കൂടല്ലൂർ പള്ളിയിൽ നിന്ന് കിടങ്ങൂർ ഫൊറോന പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടത്തിയത്. KCWയുടെ നേതൃത്വത്തിലും KCC, KCYL സംഘടനകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫൊറോനയിലെ 8 പള്ളികളിൽ നിന്നായി 1000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. കൂടല്ലൂർ പള്ളി വികാരി ഫാദർ ജോസ് പൂത്രക്കൈലിന്റെ പ്രാർത്ഥനയോടെയാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. വൈകുന്നേരം 7 മണിയോടെ കിടങ്ങൂരിലെത്തിയപ്പോൾ ഫൊറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ ആശീർവാദം നൽകി വിശ്വാസികളെ അനുഗ്രഹിച്ചു. ഫൊറോനയിലെ മുഴുവൻ വൈദികരും കന്യാസ്ത്രീകളും പങ്കെടുത്ത ചടങ്ങിൽ ഫാദർ ബിബിൻ കണ്ടോത്ത് സന്ദേശം നൽകി. ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ നന്ദി പറഞ്ഞു. ഡിട്രോയിറ്റ് സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിൽ വാർഷിക ധ്യാനം മാർച്ച് 13, 14, 15 എന്നീ തീയതികളിൽ നടത്തപ്പെട്ടു. ഫാദർ ജോയി ചേറാടിയിൽ CMF ധ്യാനത്തിന് നേതൃത്വം നൽകി. ഫാദർ ഡിജൻ മൈക്കിൾ OFM കപ്പൂച്ചിൻ, ഫാദർ വിൽസൺ കണ്ടൻകരി എന്നിവർ അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഫാദർ ജോബിൻ ജോസഫ് യുവാക്കൾക്കുള്ള ധ്യാനത്തിന് നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ ജോസഫ് തറയ്ക്കൽ, കൈക്കാരന്മാരായ സെബാസ്റ്റ്യൻ വഞ്ചത്താനത്ത്, സേവ്യർ തോട്ടം എന്നിവരോടൊപ്പം പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ധ്യാനത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. ക്നാനായ പ്രേക്ഷിത കുടിയേറ്റ അനുസ്മരണവും ക്നായി തോമ ദിനവും കൊടുങ്ങല്ലൂരിൽ ക്നായി തോമ ഭവനിൽ ആചരിച്ചു. KCC പ്രസിഡന്റ് ബാബു പറമ്പിടത്തുമലയിൽ പതാക ഉയർത്തി. ഷിജു കൂറാനയിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഫാദർ ഇബ്രഹാം പറമ്പേട്ട് കൃതജ്ഞതാ ബലി അർപ്പിച്ചു. തുടർന്ന് ബാബു പറമ്പിടത്തുമലയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗത്തിൽ ഫാദർ ഇബ്രഹാം പറമ്പേട്ട് അനുസ്മരണ സന്ദേശം നൽകി. ജോസ് കണിയാപറമ്പിൽ, ഷൈനി ചൊള്ളമ്പേൽ, ചാക്കോ ഷിബു, സാബു കരിശ്ശേരിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബേബി മുളവേലിപ്പുറം സ്വാഗതവും ജോൺ തെരുവത്ത് കൃതജ്ഞതയും അർപ്പിച്ചു. കോട്ടയം അതിരൂപത ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം ഏറ്റുമാനൂർ യൂണിറ്റിന്റെ ആതിഥേയത്തിൽ സെയിന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. KCWA അതിരൂപത പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോട്ടയം അതിരൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാറപ്രേം ഉദ്ഘാടനം ചെയ്തു. അതിരൂപത സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സൗമി SJC ആമുഖ സന്ദേശം നൽകി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. കൈപ്പുഴ ഫൊറോന ചാപ്ലെയിൻ ഫാദർ പ്രിൻസ് മുളകുമറ്റത്തിൽ, യൂണിറ്റ് ചാപ്ലെയിൻ ഫാദർ ലൂക്ക് കരിമ്പിൽ, KCWA സെക്രട്ടറി സിൽജി സജി, യൂണിറ്റ് പ്രസിഡന്റ് മിനി ജെയിംസ്, KCC ഫൊറോന പ്രസിഡന്റ് ഷിബി പഴയമ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അതിരൂപതാംഗമായ ആൻസി ഫിലിപ്പ് വടക്കേടത്ത് 2026 റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ട ഡെൽമ ജോർജ് ചാമക്കാലയിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു. KCWA കൈപ്പുഴ ഫൊറോന, ഏറ്റുമാനൂർ യൂണിറ്റ് ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്തു. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.